തറാവീഹ് 20 അല്ല 11 എന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇവർ സ്ഥാപിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കർമ്മങ്ങൾ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റമദാനിൽ എപ്പോഴും കത്തി നിൽക്കുന്ന വിഷയമാണ് രാത്രി നിസ്കാരത്തിൻ്റെ വിഷയം. തറാവീഹിൻ്റെ എണ്ണം അതെത്രയാണ്, 20 ആണോ 11 ആണോ എന്ന വിഷയം എപ്പോഴും എല്ലാ റമദാനിലും ചർച്ചയാകുന്ന വിഷയമാണ്. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ സമസ്തയിലെ തന്നെ നജീബ് മൗലവിയുടെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം. അതിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിലും ഇൻസ്റ്റയിൽ വല്ലാതെ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. അതുകൊണ്ടാണ് വീണ്ടും ആ ഒരു വിഷയത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത്. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നതോടൊപ്പം എന്താണ് രാത്രി നിസ്കാരം എന്ന് പോലും അറിയാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും. പിന്നെ ഒരു ആരോപണവുമുണ്ട്. ആ സംസാരത്തിലേക്ക് നമുക്കൊന്ന് കാതുകോർക്കാം. അവിടെ തന്നെ ഉണ്ട്, ആ ഹദീസിൽ തന്നെ ഉണ്ട് തറാവീഹ് 20 റക്അത്താണ് എന്നുള്ളത്. കാരണം റമദാനിലും അല്ലാത്തപ്പോഴും, റമദാനിൽ മാത്രമേ തറാവീഹ് നിസ്കരിക്കുള്ളൂ, അല്ലാത്തപ്പോൾ തറാവീഹ് ഇല്ല. അപ്പോൾ ഇവിടെ മൗലവി പറയുന്നത് റമദാനിൽ മാത്രമാണ് തറാവീഹ് നിസ്കരിക്കുന്നത്, അല്ലാത്തപ്പോൾ തറാവീഹ് ഇല്ല എന്നാണ്. എന്താണ് തറാവീഹ് എന്ന് ആദ്യം പഠിക്കേണ്ടതുണ്ട്. രാത്രി നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ ഹദീസിൽ പറഞ്ഞത്, റമദാനിൻ്റെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൻ്റെ രാത്രിയിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാൻ ശരിയായ വിശ്വാസത്തോടുകൂടി ഒരാൾ രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അപ്പോൾ അവിടെ രാത്രി നിസ്കാരം എന്ന പ്രയോഗമാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരിക്കലും തറാവീഹ് എന്നോ അല്ലെങ്കിൽ ഖിയാമുൽ ലൈലി എന്നോ അല്ലെങ്കിൽ തഹജ്ജുദ് എന്നോ അല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. സമയത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് പേര് മാറുന്നു എന്ന് മാത്രം. രാത്രി നിസ്കാരം എന്നാണ് പൊതുവെ ഈ 3 സമയത്തിലെ നിസ്കാരത്തെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ ഈ തറാവീഹ് നിസ്കാരം റമദാനിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു കളവുണ്ട്. ദീനിൻ്റെ പേരിൽ അറിയാത്തത് പറയുക എന്നത് പേടിക്കേണ്ട വിഷയം കൂടിയാണ്. റമദാനിൽ അല്ലാത്ത സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചു. അതാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് എന്ന് പറയുമ്പോൾ അസഹു കിതാബി ബഅദ കിതാബില്ല, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായതും സ്വഹീഹായതും ശരിയായതുമായ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലോകം ഒന്നടങ്കം പറയും അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയാണ് എന്ന് പറയും. ഒരു സംശയം ഉണ്ടാവില്ല. ആ കിതാബിൽ, ആ സ്വഹീഹിൽ കാണാം കിതാബു സ്വലാത്തി തറാവീഹ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അദ്ദേഹം കൊണ്ടുവരികയാണ്, മാക്കാന യസീദു ഫി റമളാൻ വലാ ഫി ഗൈരിഹി അല 11 റക്അ. 2012 ഹദീസാണ്. അദ്ദേഹം പറയാണ് റമളാനിലോ അല്ലാത്ത മാസത്തിലോ. അപ്പോൾ റമളാനിലും തറാവീഹ് ഉണ്ട്, അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി അല്ലേ. കിതാബു സ്വലാത്തി തറാവീഹ് എന്നാണ് അതിൻ്റെ ഗ്രന്ഥത്തിൻ്റെ തന്നെ പേര്. അതിൽ നിന്ന് തന്നെ കിട്ടി. ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്, രാത്രി നിസ്കാരമുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കളവ്, രാത്രി നിസ്കാരം തറാവീഹ് നിസ്കാരം അല്ലാത്ത മാസത്തിലില്ല എന്ന്. എത്ര ശുദ്ധമായ കളവാണ് ഇവിടെ പറയുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എന്താണ് അദ്ദേഹം പറയുന്നത്, ബാക്കി കൂടി കേട്ടാലോ. റമദാനിൽ പ്രത്യേകമാക്കപ്പെട്ട സുന്നത്താണ് തറാവീഹ്, അല്ലാത്തപ്പോഴും 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്രന്റെ കാര്യമാണ്. ജമാഅത്ത് മുജാഹിദുകളെ എല്ലാവരും അംഗീകരിക്കുന്ന ഇവരുടെ അപ്പോസ്തലന്മാരായ ശൈഖന്മാരായ ഇബ്നു തൈമിയ, ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങി ഇവരൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് തറാവീഹ് 20 റക്അത്താണ്. ഉമർ തങ്ങളും സഹാബത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, 20 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെളിയിക്കാൻ നിങ്ങളുടെ ബാധ്യതയാണ്. ഉമർ റളിയല്ലാഹു 20 നിസ്കരിച്ചു എന്ന് തെളിയിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഇബ്നു തൈമിയയും ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലയും നിസ്കരിച്ചത് 20 എന്ന് തെളിയിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഇനി 20 നിസ്കരിക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു, അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രവാചകൻ നിസ്കരിച്ചത് എത്രയാണ് എന്നതാണ് നമ്മുടെ ചർച്ച.
20 ആണ് സുന്നത്ത് എന്ന് വാദിക്കുമ്പോഴാണ് ഇവിടെ ബിദ്അത്ത് എന്ന് നമ്മൾ പറയുന്നത്. പ്രവാചകൻ 20 നിസ്കരിച്ചു, 20 ആണ് സുന്നത്ത് എന്ന് വാദിക്കുന്നിടത്താണ്, 11 നിസ്കരിക്കാൻ പറ്റൂല എന്ന് വാദിക്കുന്നിടത്താണ് നിങ്ങളുടെ വാദം പിഴവാണ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലിരുന്ന് ഫത്വ ഇറക്കിയിട്ട് കാര്യമില്ല. ആ നിങ്ങൾ ഇറക്കിയ ഫത്വയിൽ നിങ്ങൾ പറഞ്ഞ ഭാഗങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. പറഞ്ഞത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ തെളിയിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഇനി മറ്റൊരു വിഷയം, അവരുടെ തന്നെ പണ്ഡിതനായ നജീബ് മൗലവി അദ്ദേഹത്തിൻ്റെ വീഡിയോ കൊണ്ടുവരുന്നത് നമുക്കവർ തെളിവായതുകൊണ്ടല്ല, മറിച്ച് അവർക്കിടയിൽ പോലും ചർച്ചയുണ്ട്. നേർക്ക് നേർ എന്ന് പറയുന്ന അവരുടെ പ്രോഗ്രാമിൽ വളരെ വ്യക്തമായി വിശദമായി ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ നിസ്കരിച്ചത് 11 തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ സമ്മതിക്കുന്നുണ്ട്. ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. വറബബ്ന ഖുസൈമത വഹിബ്ബാന അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന 8 റക്അാത്തിൻ സുമ്മ ഔതറ. നബി തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചത് റമളാനിൽ 8 റക്അത്താണ്. ഈ 8 റക്അത്ത് കഴിഞ്ഞിട്ട് നബി വിത്റും നിസ്കരിച്ചു. ഫലമ്മാ കാനത്തിൽ ഖാബിലത്തു ഇജ്തമഅനാ ഫിൽ മസ്ജിദി വറജൗനാ അൻ യഖ്റുജ ഇലൈനാ ഹത്താ അസ്ബഹനാ എന്നും പറഞ്ഞിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇബ്നു ഖുസൈമയും ഇബ്നു ഹബ്ബാനും നിവേദനം ചെയ്യുന്നു. ഇബ്നു ഹിബ്ബാനും ഇബ്നു ഖുസൈമയും അവരുടെ രണ്ടുപേരുടെയും സ്വഹീഹുകളിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല. സ്വഹീഹായ ഹദീസ് തന്നെ സനദിന്റെ അടിസ്ഥാനത്തിൽ. ആ സ്വഹീഹായ ഹദീസിന് നമ്മക്കെന്താ അവലംബം? ഇബ്നു ഖുസൈമ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ആ രണ്ട് മഹത്തുക്കൾ സ്വഹീഹാക്കിയത് സ്വഹീഹല്ലെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. കേട്ടല്ലോ. അപ്പോൾ പ്രവാചകൻ നിസ്കരിച്ചത് 11 തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് നജീബ് മൗലവി ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവർ ഹദീസിനെ സ്വീകരിക്കാതെ പണ്ഡിതന്മാരുടെ പിന്നാലെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞു വെച്ചതിൻ്റെ പിന്നാലെയും മാത്രമായി പോകുന്ന ഒരു ദുരവസ്ഥ ഇവർക്കുണ്ട്. മദ്ഹബിൻ്റെ അന്ധമായ തഖ്ലീദാണ് ഇവരെ ഈ രൂപത്തിൽ പിഴപ്പിച്ചിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. ഇനി തൊട്ടടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തി, അദ്ദേഹം ബാക്കി പറയുന്ന ഭാഗവും ആരോപണവും അദ്ദേഹത്തിൻ്റെ ഒരു ദുർബലമായ സംസാരവും നമുക്കൊന്ന് കേൾക്കാം. അതെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ രാത്രിയിൽ ഒരു 20 റക്അത്ത് നിസ്കരിക്കാൻ ഇത്രയും ഇവര് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇബാദത്തുകളുടെ കാര്യക്ക് എന്താ നമ്മൾ പറയാ? വളരെ കഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം 20 റക്അത്ത് ആക്കുക എന്നത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. ഈ കേരളക്കരയിൽ പള്ളികൾ എടുത്തു നോക്കുകയാണെങ്കിൽ സമസ്ത പള്ളിയിൽ നിസ്കാരം തീരുന്നതിനും ശേഷമാണ് മുജാഹിദ് പള്ളികളിൽ നിസ്കാരം തീരുന്നത്. 11 റക്അത്താണ് മുജാഹിദ് പള്ളികളിൽ നിസ്കരിക്കുന്നതെങ്കിൽ പോലും സമസ്ത 20 നിസ്കരിക്കുന്നതിനേക്കാൾ ദൈർഘ്യമേറിയ നിസ്കാരമാണ് നമ്മുടെ പള്ളികളിലെല്ലാം നിസ്കരിക്കുന്നത് എന്ന് ഒരാവർത്തി ആരെങ്കിലും ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെടും. കാരണം ഇവർ ആർക്കോ വേണ്ടി നിസ്കരിക്കുന്നത് പോലെ ഇങ്ങനെ അടിച്ചുവിട്ടു ഖുർആനിൻ്റെ പാരായണങ്ങൾ ഓതുന്ന ചില ഭാഗങ്ങൾ ചില പള്ളികളിൽ നമുക്ക് വളരെ സങ്കടകരമായി തോന്നുന്ന ഒരവസ്ഥയുണ്ട്. ഖുർആനിൻ്റെ ഒരു ഹുർമത്ത് പോലും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഓത്തുകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുന്നതല്ല, മറിച്ച് 20 നിസ്കരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടല്ല. ഇനി ഒരാൾ കൂടുതൽ നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാം എന്നുവരെ നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. പക്ഷേ 20 ആണ് സുന്നത്ത് എന്ന് പറയുന്നിടത്താണ് അവിടെ ബിദ്അത്താകുന്നത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇത് ആവർത്തിക്കുന്നു. 20 ആണ് സുന്നത്ത്, പ്രവാചകൻ നിസ്കരിച്ച് 20 ആണ് എന്ന് വാദിക്കുകയാണെങ്കിൽ അവിടെ ബിദ്അത്തായി എന്നതാണ്. 11 നിസ്കരിക്കാൻ പറ്റൂല എന്ന് വാദിക്കുകയാണെങ്കിൽ ഒരിക്കലും നന്മകൾ മുടക്കിയല്ല. പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കുക എന്നതാണ് നാം പരിശ്രമിക്കേണ്ടത്. അതാണ് കൂടുതൽ സുന്നത്തും അതാണ് കൂടുതൽ പുണ്യവും. ഇനി പ്രവാചകൻ മസ്ന എന്ന് പറഞ്ഞു, 2 വീതം രാത്രി നിസ്കരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ വിത്ർ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റയാക്കൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് രാത്രി മുഴുവൻ വേണമെങ്കിൽ ഈ 2 റക്അത്ത് വീതം നിസ്കരിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റയാക്കാം. അവിടെ എണ്ണത്തിൻ്റെ വിഷയമില്ല. ഒരാൾക്ക് വേണമെങ്കിൽ 3 റക്അത്ത് നിസ്കരിക്കാം, ഒരാൾക്ക് വേണമെങ്കിൽ 5 റക്അത്ത് നിസ്കരിക്കാം. റക്അത്തിൻ്റെ എണ്ണത്തിലല്ല തർക്കം എന്നത് മുസ്ലിയാക്കന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നാകും എന്ന് ഒരു ആവർത്തി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
എന്നിട്ട് 20 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളെ പിഴപ്പിച്ചിട്ട് നന്മ മുടക്കികളാകുകയാണ് ഇവർ. ഈ നന്മ മുടക്കികളുടെ ഒക്കെ കെണിവലയിൽ കുടുങ്ങി നമ്മളുടെ ഈമാനൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതെ, പ്രത്യേകിച്ചും ട്രാൻസ്ലേറ്റ് പണ്ഡിതന്മാരുടെ, ഇൻസ്റ്റാ മുഫ്തിമാരുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലിശമായ വാദം നമ്മളൊക്കെ നന്മ മുടക്കികളാണ് എന്നാണ്. നമ്മൾ ഖുർആനിനെയും സുന്നത്തിനെയും കൃത്യമായി വച്ച് പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ നന്മ മുടക്കികളാണ് എന്ന് തിരിച്ചിങ്ങോട്ട് വാദിക്കുന്ന, നമ്മളെക്കുറിച്ച് ആരോപിക്കുന്ന ഒരു ദുരവസ്ഥ ഈ മുസ്ലിയാരുടെ വിഷയത്തിൽ സംസാരത്തിൽ നമ്മൾ കേട്ടല്ലോ. ഏതായാലും ഈ തറാവീഹ് നിസ്കാരത്തിൻ്റെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ അത് 20 നിസ്കരിക്കുന്നതാണ് സുന്നത്ത് എന്ന് പറയുമ്പോഴാണ് അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ 20 നിസ്കരിക്കാൻ പാടില്ല എന്നോ ഒരിക്കലും നമ്മൾ വാദിക്കുന്നില്ല. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം അതെങ്ങനെയായിരുന്നു എന്ന് ഒന്നുകൂടി പഠിക്കുക. ആയിഷ റളിയല്ലാഹുഅൻഹയുടെ വ്യക്തമായ ഹദീസുകളുണ്ട്. റമദാനിലും അല്ലാത്ത മാസത്തിലും എന്ന് പറയുമ്പോൾ അത് തറാവീഹ് റമദാനിൽ പ്രത്യേകമായി പഠിപ്പിച്ചത് എന്നൊക്കെ വാദിക്കുന്ന നിങ്ങൾ ഹദീസിനെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി പഠിക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സാധാരണക്കാരായ ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, രാത്രി നിസ്കാരം 2 വീതം, ഈ 2 വീതം എത്രയും നിസ്കരിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ സമയദൈർഘ്യം എടുത്തുകൊണ്ട് റക്അത്തുകൾ വർദ്ധിപ്പിച്ചാൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. റക്അത്തിൻ്റെ എണ്ണത്തിൻ്റെ വലിപ്പമല്ല, റക്അത്തിൻ്റെ ദൈർഘ്യത്തിൻ്റെ വലിപ്പമാണ് പ്രവാചകൻ്റെ മാതൃകയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രൂപത്തിൽ സുന്നത്തനുസരിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. റമദാൻ കഴിഞ്ഞാലും നാം ഈ നന്മയെ തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കർമ്മം എന്നുള്ളത് അദ്വമുഹ വ ഇൻ ഖല്ല, കുറച്ചാണെങ്കിലും അത് തുടർത്തി കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് റമദാനിൽ നമ്മൾ ശീലിച്ച ഈ നന്മകളെ, രാത്രി നിസ്കാരത്തെ മറ്റു മാസങ്ങളിലും തുടർത്തി കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.